ഇനിയും നമുക്ക് ഈ ഏത്തപ്പഴം വെച്ചുകൊണ്ടിട്ട് ഒരു കാര്യമില്ല. ഇതിൻ്റെ കാറ്റ് പോണേക്കാളും മുമ്പ് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം. സ്വാഭാവികമായിട്ടും പഴം കൂടുതൽ വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് പഴം പുഴുങ്ങിയത്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴം പൊരി. പഴം കുറച്ചധികം നന്നായിട്ട് അങ്ങോട്ട് പഴുത്തു പോയതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇനിയും നശിച്ചു പോകാണ്ടിരിക്കാനായിട്ടും ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണ്ടേന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ചെയ്യണം. ആവേശത്തിൻ്റെ പുറത്ത് വാങ്ങിച്ചതാണ്. പിന്നെ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് വിലയും കുറവിനായിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ അതിൻ്റെ അരികൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കാൻ ഒരാൾ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ ആൾക്ക് അതൊക്കെ കൊടുത്ത് നേരെ വന്നു. നമ്മളൊരു ചെരുവ് കൊടുത്തു, കുറച്ച് മൈദ ഇട്ടു, പഞ്ചസാര ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ലേശം ഉപ്പും അതിനകത്തേക്ക് നമ്മൾ കുടഞ്ഞിടുക. പിന്നെ കുറച്ചധികം നമ്മുടെ എള്ള്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എള്ള്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് വെൽ ചെയ്യുക. മിക്സ് വെൽ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നി കുറച്ചധികം വെള്ളം കൂടിപ്പോയിന്ന്. തോന്നിയതല്ല, അത് ശരിയാണ്. പാത്രത്തിൽ നമ്മുടെ ചോറ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ചാറ് കുറച്ച് ഒഴിക്കുമ്പോൾ അത് കൂടുതലാകുമ്പോൾ കുറച്ചും കൂടി ചോറിട്ട് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ, അത് തന്നെ നമ്മളിവിടെ എടുക്കണം. അങ്ങനെ നമ്മൾ മൈദയൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തു. ഇതാണ് നമ്മുടെ പഴംപൊരിയൊക്കെ മുക്കി പൊരിച്ചെടുക്കാനുള്ളൊരു മിശ്രിതം. അങ്ങനെ നമ്മുടെ മിശ്രിതം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, എണ്ണ തിളയ്ക്കട്ടെ, ഇത് വാരിയിടാം.